നമസ്കാരം. ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് നിരവധി പേർ മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ് നമ്മുടെ എല്ലാവരുടെയും ടെലികോം മേഖല എന്ന് തന്നെ പറയാം. ജിയോയും BSNL തമ്മിലുള്ള പോര് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പറയാം. അംബാനിയുടെ ജിയോ ഇതാ ന്യൂ ഇയർ സമ്മാനമായി കിടിലൊരു പ്ലാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 601 രൂപ മാത്രമാണ് ചെലവാകുന്ന പാക്കേജാണ് ജിയോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും ഒരു വർഷം വാലിഡിറ്റി പ്ലാനിലൂടെ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യമായി പറയുന്നത്. ജിയോ ന്യൂ ഇയർ പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്ന് വേണം പറയാൻ. പ്രയാസമാണ്. കാരണം ഇത് റിലയൻസ് ജിയോ ആകുമ്പോൾ തന്നെ കൂടുതൽ പ്രയാസമാകുന്നു. ടെലികോം മേഖലയിലെ വമ്പൻ ഓപ്പറേറ്ററാണ് റിലയൻസ് ജിയോ. മുകേഷ് അംബാനി, ആകാശ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ജിയോ പുതിയ പ്ലാൻ ശരിക്കും അതിശയകരമാണ് എന്ന് തന്നെ പറയാം. ജിയോ 601 രൂപയുടെ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ബുദ്ധി ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നവർക്ക് മിസ്സാക്കാത്ത ഒരു പ്ലാനാണെന്ന് പറയാം. 601 രൂപയുടെ അൾട്ടിമേറ്റ് 5G അപ്ഗ്രേഡ് വൗച്ചറാണ് ജിയോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് തന്നെ അതിവേഗം 5G ഡേറ്റ എക്സ്ട്രാ ആയി തന്നെ ആക്സസ് ചെയ്യാനുള്ള ചില വഴികളാണ് ഈ പറയുന്നത്. പോരാഞ്ഞിട്ട് തന്നെ ഇന്റർനെറ്റ് ആവശ്യങ്ങൾക്കായി തന്നെ ജിയോയെ ആശ്രയിക്കുന്നവർക്കും പ്ലാൻ ഉത്തമമായിരിക്കുമെന്നും എയർടെലോ BSNLോ ചിന്തിക്കാത്ത തരത്തിലേക്കാണ് അംബാനി പ്ലാൻ അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ഈ പ്ലാനിനെ കുറിച്ച് കേൾക്കുന്ന ഓരോരുത്തരും വ്യക്തമാക്കുന്നു. 4G പ്ലാനുകളിൽ റീചാർജ് ചെയ്യുന്നവർക്ക് വർഷം മുഴുവൻ അൺലിമിറ്റഡ് ആയിട്ടുള്ള 5G കിട്ടാൻ 601 രൂപ ചെലവാക്കിയാൽ മാത്രം മതി എന്നാണ് ഇവർ പറയുന്നത്. ജിയോയിൽ തന്നെ 601 രൂപ പ്ലാനിന്റെ വിശദാംശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ അൾട്ടിമേറ്റ് 5G വൗച്ചർ തന്നെയാണ് ആദ്യം പറയേണ്ട കാര്യം. ജിയോയുടെ പുതിയ 601 രൂപയുടെ അൾട്ടിമേറ്റ് 5G അപ്ഡേറ്റ് വൗച്ചർ ഒരു ആഡ് ഓൺ പ്ലാൻ ആണ് എന്നാണ് പറയുന്നത്. 299 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നവർക്ക് ഒരു വർഷം മുഴുവൻ 5G ഇന്റർനെറ്റ് കിട്ടാൻ ഇത് തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു വർഷത്തേക്കുള്ള തന്നെ ഡേറ്റ പ്ലാനിന് 1000 രൂപയ്ക്ക് താഴെയാണ് വില വരുന്നത്. ജിയോയുടെ വില പോലും തന്നെ, അതായത് ജിയോയുടെ 365 രൂപ വില വരുന്ന പ്രീപെയ്ഡ് പ്ലാനിനേക്കാൾ ഇത് വമ്പിച്ച ലാഭമാണ് പറയുന്നത്. ഈ പ്ലാന് നിങ്ങൾക്ക് 1.5 GB പ്രതിദിന ഡേറ്റയും ലഭിക്കുന്നു. ഒരു വർഷം മുഴുവൻ പരിധിയില്ലാത്ത 5G ഡേറ്റ നൽകുന്നുണ്ടെന്നും പറയാം. നിങ്ങൾ ഇതിനോടകം തന്നെ ഒരു 5G പ്ലാനിൽ അല്ലെങ്കിലും ഒരു ഓഫറിലൂടെ തന്നെ, അതായത് പ്രത്യേകിച്ച് ഈ അൺലിമിറ്റഡ് ഓഫറിലൂടെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് അൾട്ടിമേറ്റ് 5G ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ അതിവേഗം 5G കണക്ടിവിറ്റി വാർഷിക അടിസ്ഥാനത്തിൽ ആസ്വദിക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള നേട്ടം. ജിയോയുടെ മൈ ജിയോ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇത് റീചാർജ് ചെയ്യാവുന്നതാണ്. 4 മാസത്തിനിടെ റിലയൻസ് ജിയോയ്ക്ക് നഷ്ടമായത് ശരിക്കും പറഞ്ഞാൽ എത്ര വരിക്കാരെയാണെന്ന് നോക്കിയാൽ കോടിക്കണക്കിന് വരിക്കാരെയാണെന്ന് പറയണം. 1 കോടി കഴിഞ്ഞ് 2 കോടിയിലേക്ക് അടുപ്പിക്കുന്നോളം തന്നെ വരിക്കാരെ ഇവർക്ക് നഷ്ടമായിട്ടുണ്ടെന്നാണ് കണക്കുകൾ പ്രത്യേകിച്ച് പറയുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടമായത് ഒക്ടോബറിലാണ്. ഏകദേശം 38 ലക്ഷം ഉപഭോക്താക്കളെയാണ് ഇവർക്ക് നഷ്ടമായത്. സ്വകാര്യ മേഖലയിൽ ടെലികോം കമ്പനികൾ ജൂലൈയിൽ നടപ്പാക്കിയ താരിഫ് വർധനയാണ് ജിയോയ്ക്ക് വലിയ തിരിച്ചടിയായി തന്നെ ഒക്ടോബറിൽ നിന്ന് വൻ കൊഴിവ് സംഭവിച്ചത്. അതുപോലെ തന്നെ സെപ്റ്റംബർ ഓഗസ്റ്റ് മാസങ്ങളിൽ 79.6 ലക്ഷവും 40.1 ലക്ഷവും ഉപഭോക്താക്കളുമാണ് ജിയോ ഉപേക്ഷിച്ചു പോയത്. ജൂലൈയിൽ 7.6 ലക്ഷം ഉപഭോക്താക്കളും ജിയോ ഉപേക്ഷിച്ചു. 3 മാസത്തെ തകർച്ചയ്ക്ക് ശേഷം ഭാരതി എയർടെൽ തിരിച്ചു വരുന്ന സമയം കൂടിയാണിതെന്ന് പറയണം. ഒക്ടോബറിൽ 19.2 ലക്ഷം ഉപഭോക്താക്കളെ കമ്പനി ചേർത്തതും സ്വകാര്യ ടെലികോം കമ്പനികളുടെ നഷ്ടം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം ഓപ്പറേറ്ററായ BSNLാണ് നേട്ടമായി മാറിയത്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ യഥാക്രമം 29 ലക്ഷവും 26 ലക്ഷവും 9 ലക്ഷം ഉപഭോക്താക്കളെയുമാണ് BSNLന് ചേർന്നത്. ഒക്ടോബറിൽ 5.1 ലക്ഷം ഉപഭോക്താക്കൾ BSNLന്റെ ഉപഭോക്താക്കളായി മാറി. BSNLന്റെ തന്നെ താരിഫ് മാറ്റമില്ലാത്തതിനെ തുടർന്നാണ് കമ്പനിക്ക് സഹായമായത്. എൻട്രി ലെവൽ പ്ലാനുകൾ ഉപയോഗിക്കുന്ന നിരവധി വരിക്കാരാണ് BSNLിലേക്ക് മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ.